നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി എന്നുള്ള വാർത്ത വരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് കൈമാറി. ജൂലൈ 12 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണം. അതിർത്തിയിലെ സംഘർഷം കാരണമാണ് ഉപതെരഞ്ഞെടുപ്പ് വൈകിയത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട 8 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങളിലാണ്. ആർ റോഷിപാലും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആർ റോഷിപാൽ, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സുജിയ പാർവതി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നേരത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി. BLOമാരുടെ പരിശീലനമടക്കം പൂർത്തിയാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് മെയ് അവസാന വാരം നടത്താനായിരുന്നു ഉദ്ദേശിച്ചത്. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, കാലാവസ്ഥ അനുയോജ്യമാണ് മെയ് മാസം തെരഞ്ഞെടുപ്പിന് എന്ന വിലയിരുത്തലായിരുന്നു. പക്ഷേ അതിനിടയിൽ അതിർത്തി മേഖലയിൽ സംഘർഷമുണ്ടായി. തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുകയായിരുന്നു. കാരണം 8 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. അതിൽ ജമ്മു കാശ്മീരിലെയും ഒപ്പം രാജസ്ഥാനിലടക്കമുള്ള പഞ്ചാബിലടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും സംഘർഷം അവസാനിച്ച സാഹചര്യത്തിൽ, ജമ്മു കാശ്മീരിലടക്കം സമാധാനം പുനഃസ്ഥാപിച്ച സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അധികം താമസിയാതെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ജൂലൈ 12 വരെ സമയമുണ്ട്. ഈ സമയത്തിനകം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് നടത്തി വോട്ടെണ്ണി അതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ജൂൺ മാസം ആദ്യം വരെ, ജൂലൈ 12 എന്ന് പറയുമ്പോൾ ജൂൺ മാസം ആദ്യം വരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സമയമുണ്ട്. ഏതായാലും ഇനി ഏറെ വൈകാൻ സാധ്യതയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസർ രത്തൻ കേൽക്കർ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ കൈമാറിക്കഴിഞ്ഞു. ഇവിടെ നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കമ്മീഷൻ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാക്കി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സുജയ. ഓക്കെ റോഷിപാൽ, മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. അഷ്കർ അലി കരിമ്പ, മുന്നണികളൊക്കെ നേരത്തെ തന്നെ തയ്യാറായതാണ്, ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം ഇനിയിപ്പോൾ കുറച്ചുകൂടി ചൂട് പിടിക്കില്ലേ? സുജയ, അതിർത്തിയിലുണ്ടായ സാഹചര്യം മാത്രമായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു രണ്ടാം ഘട്ട ചിന്തയിലേക്ക് മുന്നണികളെ നിർബന്ധിതരാക്കിയത്. പക്ഷേ അത് പൂർണ്ണമായും ഒഴിവായതോടെ, അവിടുത്തെ ആശങ്കകൾ ഒഴിവായതോടെ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് മുന്നണികളൊക്കെ തന്നെയുള്ള. പ്രത്യേകിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാന മുന്നണികളൊക്കെ തന്നെ ആരംഭിച്ച് സജീവമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഓരോ ആളുകൾക്ക് നൽകേണ്ട ചുമതല അടക്കം നൽകിയായിരുന്നു മുന്നണികളുടെ പ്രവർത്തനം. UDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഉണ്ടായിരുന്ന ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ 59 ബൂത്തുകൾ കൂടി പുതുതായി വന്ന് ബൂത്തുകളുടെ എണ്ണം 263 ആയതോടെ ഓരോ ബൂത്ത് തലത്തിലും ബാക്കിയുള്ള 59 ബൂത്തുകളും കൂടി പുതിയ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് അതിനാളുകളെ ചുമതല നിശ്ചയിച്ചു. ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലുമുള്ള കൺവെൻഷനുകൾ പൂർത്തിയാക്കി. അതിനോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ അതിന് ചുമതല നൽകിയ ആളുകളുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളും ആ ചുമതലകളുള്ള ആളുകളുടെ കൺവെൻഷനുകളും നടന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായുള്ള പ്രവർത്തനം UDFിൻ്റെ ഭാഗത്ത് നടത്തുന്നു. LDF ആണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ട് M. സുരാജിന് ചുമതല നൽകി. പിന്നീട് ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചുമതല നൽകി അതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പഞ്ചായത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും ഉൾപ്പെടുന്ന 3 അംഗ കമ്മിറ്റി തന്നെ ക്രോഡീകരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഇരു മുന്നണികളും ഒരു ശക്തമായ മത്സരം തന്നെ ഈ ഘട്ടത്തിൽ നടത്തിയെന്ന് പ്രധാനമായും പറയേണ്ടി വരും. ഏതെങ്കിലും ഘട്ടത്തിൽ നിന്ന് അല്പം ആദ്യഘട്ടത്തിൽ പിന്നോട്ട് പോരുന്നത് BJP മാത്രമാണ്. കാരണം അവിടെ മത്സരിക്കുമോ വേണ്ടേ എന്നുള്ള വിധത്തിലടക്കമുള്ളൊരു ചർച്ചകൾ BJP കേന്ദ്രം നടന്നിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി മത്സരിപ്പിക്കാനുള്ള ആലോചന BJPയിലും ശക്തമായി ഉണ്ട്. എങ്ങനെയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് BJPയും ക്രൈസ്തവ വോട്ട് ബാങ്കുമായുള്ള ഒരു അടുപ്പിക്കലുള്ള വഴിവെക്കൽ നടത്തുമെന്നുള്ള വിലയിരുത്തലൊക്കെ തന്നെ BJPക്കുണ്ട്. അതുകൊണ്ട് അത്തരം നീക്കങ്ങൾ BJP നടത്തുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിന് സജ്ജമായി തന്നെ 3 മുന്നണികളും കളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായുള്ള ഒരു ട്രയൽ റണ്ണായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അതിൻ്റെ വീറും വാശിയോടും കൂടെ തന്നെയുള്ള ഒരു പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കാനും പോകുന്നത്. സുജിയ. ഓക്കെ, വ്യക്തമാണ്. അഷ്കർ അലി കരിമ്പയും ആർ റോഷിപാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്ക് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് എപ്പോഴെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. നിലമ്പൂരിൽ വാശിയേറിയ ഒരു സെമിഫൈനൽ ആയിരിക്കും. കാരണം ഫൈനൽ നടക്കാൻ പോകുന്നത് 2026 മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ ആണ്. അപ്പോൾ അതിനു മുൻപുള്ള ഒരു കർട്ടൻ റേസറായി തന്നെ ഈ പോരാട്ടം മാറാൻ പോവുകയാണ്.